ഹലോ ഗൈസ്, ഇന്ന് നമ്മളുണ്ടാക്കാൻ ചക്കയടയാണ്. ചക്കയടയ്ക്ക് വേണ്ടി നമ്മളിവിടെ ചക്ക എടുത്തിട്ടുണ്ട്. ചക്ക വെച്ച് ചക്കച്ചുളകളൊക്കെ ഇരിച്ച് നമ്മൾ അങ്ങനെയാണ് ചക്കയട ഉണ്ടാക്കുന്നത്. ഗൈസ്, നമുക്ക് ചക്കയൊക്കെ നമ്മൾ മുറിച്ചെടുക്കാം. ചക്ക മുറിക്കാൻ പോവാണ്. നല്ല വരിക്കച്ചക്കയാണ്. ചക്കയൊക്കെ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത് കൊട്ടനടിച്ച ചക്കയാണ്. ഈ ചക്ക വെച്ചാണ് നമ്മളിന്ന് ചക്ക അടയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ ചുളയെല്ലാം അടത്തിയെടുക്കാം. ചക്ക നമുക്ക് നാലായിട്ട് മുറിച്ചെടുക്കാം. ചക്കച്ചുളകളെല്ലാം അടത്തിയെടുക്കാം. അങ്ങനെ ചക്കച്ചുളകളൊക്കെ നമ്മൾ അടത്തിയെടുക്കുകയാണ്. ഇത് വെച്ച് നമുക്ക് ചക്കയട മാത്രമല്ല ചക്ക പരട്ടും ചക്ക അലുവയെല്ലാം ഉണ്ടാക്കാം. ബാക്കിയുള്ള ചക്കകൾ നമുക്കിതുപോലെ അടത്തിയെടുക്കാം. ബാക്കിയുള്ള ചക്കകളെല്ലാം നമ്മൾ അടത്തിയെടുക്കുകയാണ്. ഇത് നല്ല ചക്കയാണ്. നമ്മൾ നല്ല വരിക്കപ്ലാവിലെ ചക്കയാണ്. ഈ ചക്കയാണ് ഏറ്റവും അലുവയ്ക്ക് ഏറ്റവും നല്ലൊരു ചക്കച്ചുളകൾ. അലുവ ഉണ്ടാക്കാനും ചക്കയട ഉണ്ടാക്കാനും ചക്കയപ്പം ഉണ്ടാക്കാനും ചക്കപ്പരട്ടിനും എല്ലാ കാര്യത്തിനും നല്ല ചക്കയാണിത്. നിങ്ങളുടെ വീട്ടിലൊക്കെ വരിക്കച്ചക്ക കാണുന്നത് വെച്ച് ഇതൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ചക്കച്ചുളയെല്ലാം അടത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുവും ചകിരിയൊക്കെ കളഞ്ഞെടുക്കാം. ഗൈസ്, നമ്മൾ ചക്കച്ചുളകളെല്ലാം അടത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കവരട്ടിന് വേണ്ടി ചക്കച്ചുളകളെല്ലാം അടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്കകളെല്ലാം നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ചക്കകളൊക്കെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കട്ടി കുറഞ്ഞ ചുളകളാണ് എടുത്തിരിക്കുന്നത്. ചില ചക്കകളൊക്കെ നമുക്ക് ആവി കയറ്റി എടുക്കേണ്ടി വരും. ഇത് ആവി കയറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്സിയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. കട്ടി കൊണ്ട ചുളകളാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ ആവി കയറ്റി എടുക്കേണ്ടതാണ്. അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ചക്കയുടെ മിക്സൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ വരട്ടിയെടുക്കാം. തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങയും ഇതിനാവശ്യമുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങയിലോട്ട് നമുക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ശർക്കരപ്പൊടിയാണ് നമ്മൾ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയാണ് ചേർത്ത് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. കറക്കാൻ വേണ്ടി ആവശ്യത്തിന് ഇലകളൊക്കെ എടുത്തിട്ടുണ്ട്. വട്ടയിലയാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചക്കയുടെ മിക്സൊക്കെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചക്കയുടെ വലുപ്പൊക്കെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഗോതമ്പൊടിയൊക്കെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ അല്പം ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. ചക്കയും ഗോതമ്പൊടിയും എല്ലാം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. ഇതിലേക്ക് സ്പൂണ് വെച്ച് ഇതെല്ലാം പരത്തി കൊടുക്കുകയാണ്. സ്പൂൺ വെച്ച് പരത്തി കൊടുക്കുകയാണ്. നമ്മൾ നല്ലപോലെ പരത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ശർക്കരയുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എല്ലാം നല്ലപോലെ മടക്കിയെടുക്കാം.
ഇതിലേക്ക് നമ്മൾ മടക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 2 അട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള അടകളും റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ള അടയെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലിപ്പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലിപ്പാത്രത്തിൽ നല്ല ആവി വന്നിട്ട് നമുക്ക് അതിലോട്ട് ഇതൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കാം. ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തോട്ട് നമ്മൾ ഓരോ അടകൾ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള ഇലകൾ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 10-25 മിനിറ്റ് ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. വേകാൻ ഒരു 15 മിനിറ്റോളം എടുത്തു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മൾ ഇലയടയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള അട നമ്മൾ ആറാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം മുറിച്ച് അകത്തെ ഫില്ലിംഗ് ഒക്കെ നിങ്ങളെ കാണിക്കാവുന്നതാണ്. ഇലയുടെയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ച് നോക്കാം. നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല രുചികരമായ രീതിയിലാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇലയുടെയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ മുറിച്ചെടുക്കുകയാണ്. വീട്ടിൽ നല്ല രുചികരമായ രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ചക്കയൊക്കെ ഉള്ള സീസണാണ്. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ടേസ്റ്റിയായ ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.